मैं नरेंद्र दामोदर दास मोदी मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ दे दो हुनगी मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रहूंगा. നിലയ്ക്കാത്ത ആരവങ്ങൾക്കിടയിൽ 2014 മെയ് 26 രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രപതി ഭവനങ്കണത്തിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ആദ്യമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതൊരു ചരിത്രമാകുമെന്ന് ചിന്തിച്ചവർ ചുരുക്കമായിരിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നേരിട്ട ആരോപണ ശരങ്ങളുടെ തീമഴയിൽ മോദിയുടെ പേരും പെരുമയും ചാമ്പലാകുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മുന്നിലേക്ക് വന്നു നിന്ന രാജകീയമായൊരു പട്ടാഭിഷേകം. വനവാസകാലത്തിന്റെ ഇരുൾ നീങ്ങി ശ്രീരാമചന്ദ്രൻ അയോധ്യയുടെ നാഥനായതുപോലെ മുന്നിലേക്ക് വന്നു നിന്ന രാജകീയമായൊരു പട്ടാഭിഷേകം. വനവാസകാലത്തിന്റെ ഇരുൾ നീങ്ങി ശ്രീരാമചന്ദ്രൻ അയോധ്യയുടെ നാഥനായ പുരാണ കഥയെ അനുസ്മരിപ്പിച്ച് പിന്നീട് അങ്ങോട്ട് മോദി യുഗമായിരുന്നു ഭാരതത്തിൽ. രാഷ്ട്രത്തിന്റെ ചെങ്കോലും കയ്യിലേന്തി ആ ജൈത്രയാത്ര 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഇന്ന് 75ാം പിറന്നനാൾ. സംഭവബഹുലമായ ഒരു ദശാബ്ദത്തിലേറെ നീളുന്ന ഭരണകാലഘട്ടം. പ്രതിസന്ധികൾ ആവോളം ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം അതിവേഗം മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രബലനായ ഭരണകർത്താവായി മോദി പരിണമിച്ചു. ഗുജറാത്തിലെ ബഹ്സാന ജില്ലയിലെ വടനഗറിൽ 1950 സെപ്റ്റംബർ 17 തുടങ്ങിയ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജീവിതയാത്ര ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത ഒരു ഏടായി തുടരുകയാണ്. 17ാം വയസ്സിൽ വീട് വിട്ട് RSSന്റെ ഭാഗമാകാൻ ഇറങ്ങി. രാജ്യപുരോഗതിയുടെ ഭാഗമാകാൻ സ്വയം സേവകനായ മോദി 1987 37ാം വയസ്സിൽ ഗുജറാത്തിൽ BJPയുടെ ജനറൽ സെക്രട്ടറിയായി. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. 2014 മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. അഗ്നിപരീക്ഷയായ സേവക പദത്തിൽ ചരിത്രമായ പല തീരുമാനങ്ങളും ഉണ്ടായി. RSSന്റെ ചിരകാല അഭിലാഷമായിരുന്ന രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമായി പല പ്രവർത്തനങ്ങളും മോദിയുടെ ജനപ്രീതിയുടെ ഗ്രാഫ് വൻമലയേറ്റി. മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം രാജ്യത്ത് BJPയുടെ വളർച്ചയും അതിവേഗമായിരുന്നു. ഇന്ന് ഇന്ത്യ ഒട്ടാകെ 13 സംസ്ഥാനങ്ങളിൽ BJPക്ക് സർക്കാരുകളുണ്ട്. ആകെ 20 സംസ്ഥാനങ്ങളിൽ NDA മുന്നണി ഭരണം കൈയാളുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി BJP വളർന്നപ്പോൾ മോദി പ്രഭാവം എന്തെന്ന് രാജ്യം കണ്ടു. മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെയാണ് സുഹൃത്ത് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം നിലനിർത്തി പോകുന്നതെന്ന് സംശയം ഉന്നയിച്ചവരുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിയുടെ 12 വർഷക്കാലങ്ങൾ രാജ്യചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധം ഊഷ്മളമാക്കി മാറ്റി. അമേരിക്കയും ഇറ്റലിയും റഷ്യയും എന്തിനേറെ ചൈനയെ പോലും സുഹൃത്തുക്കളാക്കിക്കൊണ്ടുള്ള അത്ഭുതകരമായ നയതന്ത്ര വൈദഗ്ധ്യം എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ഇന്നും അത്ഭുതമായി തുടരുന്നു. ഏറ്റവും ഒടുവിൽ അടുത്ത കാലത്തിലായി ഉരസലിലായിരുന്ന അമേരിക്ക പോലും ഇന്ത്യയുടെ വഴിയെ നടന്നു വരുന്ന കാഴ്ച ഏതൊരു രാജ്യസ്നേഹിക്കും അഭിമാനാർഹം തന്നെയാണ്. വ്യാപാര തീരുവയുടെ പേരിൽ ഇന്ത്യയുമായി ഉടക്കി നിന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിറന്നാൾ ദിനത്തിൽ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു. മോദിയെ നരേന്ദ്ര എന്ന പേരെടുത്ത് വിളിച്ച് ആശംസകൾ അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് പോലും മോദി എന്ന രാഷ്ട്രീയ നേതാവിന്റെ സൗഹൃദം കാക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും അധികം കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അടുത്തിടെ US ബിസിനസ് ഇന്റലിജൻസ് കമ്പനിയായ മോണിറ്ററിംഗ് കൺസൾട്ടന്റ് തുടർച്ചയായ 2 വർഷങ്ങളിൽ ആഗോളതലത്തിൽ നടത്തിയ ഒരു സർവേ ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവ് ആരെന്ന് കണ്ടുപിടിച്ചിരുന്നു. ഈ ഒരു സർവേയുടെ ലക്ഷ്യം, ഈ സർവേ റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം തുടർച്ചയായ 2 വർഷങ്ങളിൽ 76% റേറ്റിംഗ് നേടി ആഗോള നേതാക്കന്മാർക്കിടയിൽ സൂപ്പർ സ്റ്റാറായി നരേന്ദ്രമോദി മാറുന്ന കാഴ്ച ലോകം അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത്. എന്തുകൊണ്ടാണ് ലോക ജനതയ്ക്കിടയിൽ നരേന്ദ്രമോദി ഇത്രയധികം സ്വീകാര്യത നേടുന്നത്? ജനങ്ങളോട് നരേന്ദ്രമോദി എന്ത് തന്ത്രമാണ് സ്വീകരിക്കുന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഒട്ടനേകം പ്രധാനമന്ത്രിമാരെ കണ്ട രാജ്യമാണ് ഇന്ത്യ. ഇവരിൽ നിന്നെല്ലാം നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനെ വ്യത്യസ്തനാക്കുന്നത് എന്ത് കാര്യമാണ്? വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഏറ്റെടുത്ത പദ്ധതികൾ ഭാരതത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റ് സ്വീകരിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങൾ ഇന്ത്യ കൈവരിച്ച അത്ഭുതകരമായ പുരോഗതി ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇക്കാലത്തിനിടയിൽ ഭാരതം മാറി എന്നുള്ളതാണ്.
രാജ്യത്തേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് ചരിത്രപരമായ പിന്തുണ നൽകി. രാജ്യത്തെ ദരിദ്രനാരായണന്മാരുടെ ക്ഷേമത്തിനായി ജനപ്രിയമായ പല പദ്ധതികളും ഇന്ത്യയിലുടനീളം അവതരിപ്പിക്കപ്പെട്ടു. 2014 മുൻപ് 350 മാത്രമായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് ഇന്ത്യയിൽ 1,00,000 പുറത്താണ്. ഇന്ന് ഇന്ത്യയുടെ റോഡ് ശൃംഖല 6.7 ദശലക്ഷം കിലോമീറ്റർ ആണ്. അതായത് ലോകത്ത് US പിന്നിൽ 2ാം സ്ഥാനത്ത് ഭാരതം എത്തി നിൽക്കുന്നു എന്നതാണ് സത്യം. പ്രതിരോധ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ നേട്ടങ്ങളാണ് ഭാരതം മോദി യുഗത്തിൽ കൈവരിച്ചത്. സൈന്യത്തിന്റെ മനോവീര്യം ഉയർത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടികൊടുത്താൽ തിരിച്ച് 100 ഇരട്ടി പ്രഹരശേഷിയുള്ള തിരിച്ചടി കൊടുക്കുമെന്ന് കാണിച്ചു തന്ന ഭരണാധികാരിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു തീവ്രവാദികളോട് കൃത്യമായ നിലപാട് രാജ്യം സ്വീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന തീവ്രവാദികളോട് കൃത്യമായ നിലപാട് രാജ്യം സ്വീകരിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരു ബാഹ്യശക്തികൾക്കും ഇന്ത്യയിൽ സ്ഥാനമില്ല. അതിന് ധൈര്യപ്പെടുന്നവരുടെ അടിവേരിളക്കും രാജ്യമെന്ന് കാണിച്ചു കൊടുത്തത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലാണ്. രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെ ആർക്കും എതിർക്കാം. ജനാധിപത്യ അവകാശങ്ങളുള്ള രാജ്യത്ത് ആർക്കും അദ്ദേഹത്തെ വിമർശിക്കാം. പക്ഷേ മോദി എന്ന വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷം രാജ്യത്തിന് സംഭാവന ചെയ്ത കാര്യങ്ങൾ അതെങ്ങനെ ഇന്ത്യയെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്നു. ഏതൊരു ഭാരതീയനും തലയുയർത്തി ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് ശക്തമായ ഒരു നേതൃത്വമുണ്ട് എന്ന് ചങ്കൂറ്റത്തോടെ പറയാനൊരു അവസരം സാധ്യമാക്കിയത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് എന്നത് ചരിത്രം തന്നെയാണ്. എടുത്തു പറയാൻ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആർക്കു മുന്നിലും വിധേയപ്പെട്ടു നിൽക്കാതെ തലയുയർത്തി നിൽക്കാൻ പഠിപ്പിച്ച പ്രധാനമന്ത്രി, $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ തലവര മാറ്റി എഴുത്തിയ പ്രധാനമന്ത്രി, കാശ്മീരിലേക്ക് സമാധാനം കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അങ്ങനെ നീളുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശേഷണങ്ങൾ. മോദിക്കെതിരെ ഏറ്റവും അധികം വിമർശനങ്ങൾ പറഞ്ഞു കേട്ടിരുന്ന ഒരു നാടാണ് കേരളം. എന്നാൽ പല സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തൊരു രാഷ്ട്രമായി ഭാരതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിശ്വാസമർപ്പിച്ച കേരളത്തിൽ നിന്നുപോലും വലിയ ആരാധക വൃന്ദം നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതാകുന്ന അത്ഭുതകരമായ ഒരു സ്ഥിതിവിശേഷം. 3 തവണ രാഷ്ട്രപതി ഭവനിൽ സത്യവാചകം ചൊല്ലി അധികാരത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇനിയും 10 പതിറ്റാണ്ടോളം രാജ്യത്തെ സേവിക്കണമെന്ന് പറയുന്നവരുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യമാണ് വലുതെന്ന് ചിന്തിക്കുന്നവർക്ക് നരേന്ദ്രമോദി ഒരു ഇതിഹാസമാണ്. രാജ്യത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചു കയറ്റിയ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ എന്താണെന്ന് കാണിച്ചു കൊടുത്ത, നട്ടെല്ല് വളയ്ക്കാതെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നരേന്ദ്രമോദി യുഗം തുടരുക തന്നെ ചെയ്യും. നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേഷൻ ഫസ്റ്റിന്റെ ജന്മദിനാശംസകൾ.